എന്താണ് DNS? ഇറ്റ്സ് എ IP അഡ്രസ് കൺവെർട്ടർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഡൊമെയ്ൻസിനും ഓരോ IP അഡ്രസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ യൂട്യൂബിന് ഒരു IP അഡ്രസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആമസോണിന് ഒരു IP അഡ്രസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്നത് google.com, amazon.com എന്നായിരിക്കും. പക്ഷേ സിസ്റ്റംസ് IP അഡ്രസ് വെച്ചായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഈ IP അഡ്രസ് എപ്പോഴും ഹ്യൂമൻസിന് ഓർത്ത് വെക്കാൻ കഴിയില്ല. സോ ഞാൻ യൂട്യൂബ്.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സിസ്റ്റംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിൽ തന്നെയാണ്. ഞാൻ യൂട്യൂബ്.com കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ യൂട്യൂബ്.com എന്ന് ഞാൻ സെർച്ച് ചെയ്തു. യൂട്യൂബ്.com എന്ന ഡൊമൈൻ നെയിം റിസോൾവറിൽ പോയിട്ട് വേർ ഈസ് യൂട്യൂബ് എന്ന് ചെക്ക് ചെയ്യുന്നു. സോ യൂട്യൂബ് എന്ന ഡൊമൈൻ നെയിമും IP-യും മാപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ റിസോൾവറിൽ നിന്ന് റൂട്ട് സെർവറിലേക്ക് യൂട്യൂബിന്റെ IP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. റൂട്ട് സെർവറിൽ ഇല്ലെങ്കിൽ നേരെ ടോപ്പ് ലെവൽ ഡൊമൈനിൽ ചെക്ക് ചെയ്യും. അതിലും ഇല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് സെർവറിലും ചെക്ക് ചെയ്യും. ഈ 3 സെർവറിൽ എന്തായാലും യൂട്യൂബിന്റെ IP അഡ്രസ് ഉണ്ടാവും. സോ ഇത് തമ്മിൽ മാപ്പ് ചെയ്യുന്നു. സോ നമ്മൾ യൂട്യൂബ്.com എന്ന് സെർച്ച് ചെയ്യുന്നു, അത് റിസോൾവറിൽ പോകുന്നു, അവിടുന്ന് റൂട്ട് സെർവറിൽ ഉണ്ടോ ചെക്ക് ചെയ്യുന്നു, TLD-യിൽ ഉണ്ടോ ചെക്ക് ചെയ്യുന്നു, NS-ൽ ഉണ്ടോ ചെക്ക് ചെയ്യുന്നു. ഈ റിക്വസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നു.